ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസൻ ഫ്ലോർ, ഗ്രാം ഫ്ലോർ, കബാബ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം എമൗണ്ടിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് കടലപ്പൊടി എടുത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൻ്റെ പകുതി എടുക്കാം. 2 കപ്പ് കടലപ്പൊടി എടുക്കുമ്പം ഇതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി എടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടിയാണ്, പൊടിച്ച് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാ ചില്ലി പൗഡറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ചില്ലി പൗഡറും കായത്തിൻ്റെ പൗഡറും അതുപോലെ ഉപ്പൊക്കെ ലാസ്റ്റ് കുറച്ചുകൂടെയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ഇത്രയും ചേർത്താൽ മതിയാകും. ലാസ്റ്റ് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും. ബാക്കി ഒഴിക്കുന്ന വെള്ളം നമ്മൾ നോക്കിയിട്ട് ഒഴിക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെ അത് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ തന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടുന്നവരെ നമ്മളിത് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു അച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ചില്ല് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ഈ ചില്ലാണ് നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി നമ്മളിതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ഓയിലിലാണോ ഇത് വറുത്തെടുക്കുന്നത് ആ ഓയിൽ തന്നെയാണ് നമ്മളിതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുന്ന ഓയിൽ വേറെയും വറുത്തെടുക്കുന്ന ഓയിൽ വേറെയും ആണെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലെ സൺഫ്ലവർ ഓയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. പിന്നെ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചുറ്റിച്ചിട്ട് കൊടുക്കുമ്പം നമ്മുടെ കൈ ചൂടായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടിത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതുപോലെ ചുറ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നമ്മളിത് ഇളക്കരുത്. 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലുള്ളൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. കുറേ സമയമൊന്നും നമ്മളിത് എണ്ണയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ മുഴുവനായിട്ടും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അവസാനത്തെ ബാച്ച് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സ്ചറിലേക്ക് വേണ്ട ബൂന്തി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത പോലെ പൊടിച്ച് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പിലും കുറച്ച് താഴെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. 1/4 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഇരിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം.
നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ബൂന്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഓയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൂന്തി റെഡിയാക്കി എടുക്കാനുള്ള മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു തവി എടുക്കാം. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എണ്ണയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ചത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് മാവ് ഒഴിക്കുമ്പം ഒരുമിച്ച് അങ്ങ് താഴേക്ക് ഒഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കൂടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൽ പൊടി ഇട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ മാവ് ഒഴിക്കുമ്പം ഡ്രോപ്സ് ആയിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം പോരാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കണം. കുറച്ചധികം കരിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തതാണ്. 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് 4 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുക്കാത്ത നിലക്കടലയാണ് കേട്ടോ നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ വറുത്ത നിലക്കടലയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത്. 1/2 കപ്പിൻ്റെ കപ്പാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് ഞാൻ 2 തവണ ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മളിത് വറുക്കണ്ട, വേഗം തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പൊട്ടുകടലൊക്കെ കുറച്ച് അധികം ചേർക്കുമ്പോഴാണ് നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് ഞാൻ ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിലക്കടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇടാം. നമ്മൾ വറുത്ത് വെച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടിയും കായൊക്കെ ഈ സമയത്ത് കുറച്ചുകൂടെ ഒന്ന് അധികം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ അടിപൊളി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ മിക്സ്ചർ കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്